ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൈ നോട്ട്ബുക്കിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് VEO വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ എക്സാമിൻ്റെ സിലബസ് ആണ്. അപ്പോൾ അതിൻ്റെ സിലബസ് എന്ന് പറയുന്നത് നമ്മുടെ LD ക്ലർക്ക് എക്സാമിൻ്റെ സിലബസ് തന്നെയാണ്. അപ്പോൾ അതൊന്ന് പറയാം. ആദ്യം തന്നെ നമുക്ക് ഒന്ന് റഫായിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ സിമ്പിൾ അരിത്തമെറ്റിക് ആൻഡ് മെൻ്റൽ എബിലിറ്റി ഉണ്ട്, ലഘുഗണിതമുണ്ട്, മാനസിക ശേഷി അതിൻ്റെ ഉണ്ട്. മലയാളം മീഡിയത്തിലായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. അപ്പോൾ കണക്ക്, ഇതുപോലെ റീസണിങ് ഉണ്ടായിരിക്കും. പിന്നെ എന്താണ്, ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സ് ഏതൊക്കെയാണ്. പിന്നെ സയൻസ് ഉണ്ടായിരിക്കും, ദെൻ ജനറൽ സയൻസ് ഉണ്ടായിരിക്കും, ദെൻ ഇംഗ്ലീഷ്, പിന്നെ മലയാളം ഗ്രാമർ. ഇത്രയാണ് ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ ചെറുതായിട്ട് പറഞ്ഞാൽ ഉണ്ടാവുക. അപ്പോൾ അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാം. ഇപ്പോൾ ലഘുഗണിതത്തിൽ, ഇപ്പോൾ സിമ്പിൾ അരിത്തമെറ്റിക്കിൽ നമുക്ക് വരുന്നത് സംഖ്യകളും അടിസ്ഥാന ക്രിയകളും, പിന്നെ ഭിന്നസംഖ്യകളും ദശാംശ സംഖ്യകളും. ഇതെല്ലാം ഇപ്പോൾ ഭിന്നസംഖ്യകളുടെ തന്നെ നമ്മൾ ഒരുപാട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇപ്പോൾ കണ്ടു. ഭിന്നസംഖ്യകളുടെ എങ്ങനെയാണ് അഡീഷൻ ചെയ്യുന്നത്, എങ്ങനെയാണ് അത് കൂട്ടുന്നത്, എങ്ങനെയാണ് കുറയ്ക്കുന്നത്, അതുപോലെ ദശാംശ സംഖ്യകൾ കൂട്ടുന്നത് കുറയ്ക്കുന്ന ബന്ധിച്ച പ്രോബ്ലംസ് വന്നിരുന്നു അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ പറയാം, ഭിന്നസംഖ്യകളും ദശാംശ സംഖ്യകളും, പിന്നെ ശതമാനം, ലാഭവും നഷ്ടവും, സാധാരണ പലിശയും കൂട്ടുപലിശയും, അംശബന്ധവും അനുപാതവും, സമയവും ദൂരവും, സമയവും പ്രവൃത്തിയും, പിന്നെ ശരാശരി, കൃത്യംഗങ്ങൾ, ജാമിതീയ രൂപങ്ങളുടെ ചുറ്റളവ്, വിസ്തീർണം, വ്യാപ്തം തുടങ്ങിയവ പ്രോഗ്രഷനുകൾ. പിന്നെ മാനസിക ശേഷിയിൽ വരുന്ന ശ്രേണികൾ, സംഖ്യാശ്രേണി വരാം, അക്ഷരശ്രേണി വരാം, പിന്നെ ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള പ്രോബ്ലംസ് വരാം. അതുപോലെ സ്ഥാനനിർണയ പരിശോധന, ഒരാൾ കിഴക്കോട്ട് തിരിഞ്ഞു നിൽക്കുന്നു, എന്നിട്ട് 5 മീറ്റർ വലത്തോട്ട് നടന്നു, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള പ്രോബ്ലംസ് വരാം. പിന്നെ സമാന ബന്ധങ്ങൾ, അതുപോലെ അനലോഗി എന്ന് പറയും, സമാന ബന്ധങ്ങൾ. പിന്നെ വരുന്നത് ഒറ്റയാനെ കണ്ടെത്തുക, അതുപോലെ സംഖ്യ അവലോകന പ്രശ്നങ്ങൾ, കോഡിങ്, ഡീകോഡിങ്, കുടുംബ ബന്ധങ്ങൾ, ദിശാവബോധം, ക്ലോക്കിലെ സമയം, കോണളവ്, ക്ലോക്കിലെ സമയവും പ്രതിബിംബവും, കലണ്ടറും തീയതിയും, ക്ലറിക്കൽ ശേഷി പരിശോധിക്കുന്നതിനുള്ള ചോദ്യങ്ങൾ. അതുപോലെ ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സിൽ പഠിക്കാനുള്ളത് ഒന്ന്, കേരളത്തിൻ്റെ അടിസ്ഥാന വിവരങ്ങൾ, അതായത് ചരിത്രപരവും ഭൂമിശാസ്ത്രപരവുമായ പ്രാധാന്യം, പിന്നെ സാമൂഹികവും സാമ്പത്തികവും വ്യാവസായികവുമായ നേട്ടങ്ങൾ. അപ്പോൾ ഇതെല്ലാം വരുന്നു, റിനേസൻസും ഒക്കെ വരുവാണ് അതിനകത്ത്. പിന്നെ ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ, പിന്നെ നദികൾ, നദീതട പദ്ധതികൾ, ധാതു വിഭവങ്ങൾ, പ്രധാന വ്യവസായങ്ങൾ, ഗതാഗതം, വാർത്താവിനിമയം, വിവിധ സംസ്ഥാനങ്ങൾ, കേന്ദ്രഭരണ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലെ ഭൗതികവും വ്യാവസായികവും സാംസ്കാരികവുമായ അടിസ്ഥാന വിവരങ്ങൾ. മധ്യകാല ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ കാരണങ്ങൾ, ഫലങ്ങൾ, പിന്നെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയവും സാമൂഹികവും സാംസ്കാരികവുമായ മുന്നേറ്റങ്ങൾ, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ വിദേശ നയം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഇന്ത്യ ചരിത്രത്തിന്റെ അവലോകനം, ഇന്ത്യയുടെ പഞ്ചവത്സര പദ്ധതികൾ, ആസൂത്രണം, ബാങ്കിങ്, ഇൻഷുറൻസ് മേഖലകൾ, കേന്ദ്ര സംസ്ഥാന ഗ്രാമവികസന പദ്ധതികൾ, സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ, ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകൾ. പിന്നെ 1993 മനുഷ്യാവകാശ സംരക്ഷണ നിയമം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ, മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, വിവരാവകാശ നിയമം, കേന്ദ്ര സംസ്ഥാന വിവരാവകാശ കമ്മീഷനുകൾ, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കെതിരെയുള്ള അതിക്രമം തടയുന്നതിനുള്ള 1989 95 നിയമങ്ങൾ, അതുപോലെയുള്ള പ്രധാനപ്പെട്ട നിയമങ്ങൾ പഠിക്കണം. 1955 പൗരാവകാശ സംരക്ഷണ നിയമം, സ്ത്രീ ശാക്തീകരണം, സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ തടയുന്നുള്ള നിയമങ്ങൾ, സൈബർ നിയമങ്ങൾ, അതിനെപ്പറ്റിയുള്ള പ്രാഥമിക അറിവ് വേണം. രാഷ്ട്രീയം, സാമ്പത്തികം, സാഹിത്യം, ശാസ്ത്രം, കല, സാംസ്കാരികം, കായികം തുടങ്ങിയ മേഖലകളിലെ ദേശീയം അതുപോലെ അന്താരാഷ്ട്രീയവുമായിട്ടുള്ള കറണ്ട് അഫയേഴ്സ്, സമകാലീന സംഭവങ്ങളും അറിഞ്ഞിരിക്കണം. പിന്നെ ജനറൽ സയൻസിൽ നാച്ചുറൽ സയൻസും ഉണ്ട്, ഫിസിക്കൽ സയൻസും ഉണ്ട്. നാച്ചുറൽ സയൻസ് എന്ന് പറഞ്ഞാൽ മനുഷ്യ ശരീരത്തെ പറ്റിയുള്ള പൊതുവായ അറിവ് വേണം, ഓരോ അവയവങ്ങൾ, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ, ഗ്രന്ഥികളൊക്കെ പഠിക്കണം. ജീവകങ്ങൾ, അപര്യാപ്തത രോഗങ്ങൾ, രോഗകാരികൾ, കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ, കേരളത്തിലെ പ്രധാന ഭക്ഷ്യ കാർഷിക വിളകൾ, കാർഷിക ഗവേഷണ കേന്ദ്രങ്ങൾ, വനങ്ങളും വനവിഭവങ്ങളും,
പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും എന്നിവയൊക്കെ പറയുന്നുണ്ട്. ഇനി അതുപോലെ ഫിസിക്കൽ സയൻസ് വരുമ്പോൾ ആറ്റത്തിൻ്റെ ഘടന, അയിരുകൾ, ധാതുക്കൾ, മൂലകങ്ങൾ, അവയുടെ വർഗീകരണം, ഹൈഡ്രജൻ, ഓക്സിജൻ, രസതന്ത്രം, ദൈനംദിന ജീവിതത്തിൽ എന്തൊക്കെയാണ് വരുന്നത്, അതുപോലെ ദ്രവ്യവും പിണ്ഡവും, പ്രവൃത്തിയും ശക്തിയും, ഊർജം, അതിൻ്റെ പരിവർത്തനം, താപം, ഊഷ്മാവ്, പ്രകൃതിയിലെ ചലനങ്ങൾ, ബലങ്ങൾ, ശബ്ദം, പ്രകാശം എന്നിവ, സൗരയൂഥം, സവിശേഷതകൾ. പിന്നെ വരുന്ന ജനറൽ ഇംഗ്ലീഷാണ്. അതിൽ ഇംഗ്ലീഷ് ഗ്രാമറും വരും, വൊക്കാബുലറിയും വരും. ഇംഗ്ലീഷ് ഗ്രാമറിൽ വരുന്നത് ഇതൊക്കെയാണ്: ടൈപ്സ് ഓഫ് സെൻറ്റൻസസ് ആൻഡ് ഇൻ്റർചേഞ്ച് ഓഫ് സെൻറ്റൻസസ്, ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് സ്പീച്ച് വരും, എഗ്രിമെൻറ്റ് ഓഫ് വെർബ് ആൻഡ് സബ്ജക്റ്റ് വരും, ദെൻ അഡ്ജക്റ്റീവ്സ്, അഡ്വേർബ്, അത് തന്നെ ഇടയ്ക്കുള്ള കൺഫ്യൂഷൻ, അത് വെച്ചിട്ടുള്ള അതിൻ്റെ അഡ്വേർബ് ഏതാണ്, അഡ്ജക്റ്റീവ് ഏതാണെന്നുള്ള ചോദ്യം വരാം, കമ്പാരിസൺ ഓഫ് അഡ്ജക്റ്റീവ്സ് വരാം, ദെൻ ആർട്ടിക്കിൾസ് എന്ന് പറയുമ്പോൾ എ, ആൻ, ദ ഒക്കെ വരാം, യൂസ് ഓഫ് പ്രൈമറി ആൻഡ് മോഡൽ ഓക്സിലറി വെർബുകൾ വരും, ടാഗ് ക്വസ്റ്റ്യൻസ് വരും, ഇൻഫിനിറ്റീവ് ആൻഡ് ജെറൻസ് വരും, ടെൻസസ് വരും, ടെൻസസ് ഇൻ കണ്ടീഷണൽ ടെൻസസ് വരും, അഡ്വേർബ് ഇൻ പൊസിഷൻ ഓഫ് അഡ്വേർബ് വരും, പ്രപ്പോസിഷൻ, ദ യൂസ് ഓഫ് കോറിലേറ്റീവ്സ്, പിന്നെ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച് വരും, ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ്, കറക്ഷൻ ഓഫ് സെൻറ്റൻസ്. ഇതെല്ലാം ഗ്രാമറിൽ വരും. പിന്നെ വൊക്കാബുലറിയിൽ വരുന്നത് സിംഗുലർ, പ്ലൂരൽ, പിന്നെ ചേഞ്ച് ഓഫ് ജെൻഡർ, കളക്റ്റീവ് നൗൺ എന്താണ്, അപ്പോൾ ഒരു ജീവിയുടെ ചെറിയ കുട്ടിക്ക് എന്താണ് പറയുന്നത്, ഒരു ആനിമൽസിൻ്റെയൊക്കെ അങ്ങനെ ചോദിക്കാം. വേർഡ് ഫോർമേഷൻ ഫ്രം അതർ വേർഡ്സ്, പിന്നെ യൂസ് ഓഫ് പ്രിഫിക്സ് അല്ലെങ്കിൽ സഫിക്സ് വേണം, കോമ്പൗണ്ട് വേർഡ്സ്, സിനോണിയം, അന്റോണിയം, ഫ്രേസൽ വെർബ്, ഫോറിൻ വേർഡ്സ് ആൻഡ് ഫ്രേസസ്, പിന്നെ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ, പിന്നെ കൺഫ്യൂസ്ഡ് ആവുന്ന വേർഡുകൾ, സ്പെല്ലിംഗ് ടെസ്റ്റ്, ഇഡിയംസ് ആൻഡ് ദെയർ മീനിങ്സ്, ഇതെല്ലാം വൊക്കാബുലറിയിൽ വരുന്നതാണ്. ഇനി നമുക്ക് പറയണം മലയാളം. അപ്പോൾ മലയാളം മീഡിയം ആണെങ്കിൽ മലയാളം ഗ്രാമർ വരും, അതുപോലെ കന്നഡ മീഡിയം, തമിഴ് മീഡിയം ഒക്കെ ആണെങ്കിൽ അതിനനുസരിച്ച് ഗ്രാമർ വരും. അത് മലയാളത്തിലാണെങ്കിൽ മലയാളത്തിലും, കന്നഡയിലാണെങ്കിൽ കന്നഡയിലും, തമിഴിലാണെങ്കിൽ തമിഴിലും ആയിരിക്കും ആ ഭാഗത്ത് വരുന്ന ക്വസ്റ്റ്യൻസ്. സോ അവിടെ വരുന്ന നാമപദങ്ങൾ, വിവിധ തരത്തിലുള്ള നാമങ്ങൾ, വിഭക്തി, വചനം, ക്രിയാപദങ്ങൾ, ക്രിയാവിശേഷണങ്ങൾ, തദ്ധിതം, അതുപോലെയൊക്കെ പഠിക്കണം. സന്ധിയും സമാസം, പിന്നെ വാക്യത്തിൽ ചിഹ്നങ്ങളുടെ ഉപയോഗങ്ങൾ, പിന്നെ ചിഹ്നങ്ങളാണ് പങ്ക്ച്വേഷൻ എന്ന് പറയുന്നത്, ഭാഷാ പ്രയോഗത്തിലെ വൈകല്യങ്ങൾ, എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ കറക്ഷൻ വരുത്താനായിട്ട്, വാക്യശുദ്ധി ചെയ്യാനായിട്ടൊക്കെ ചോദിക്കും. ശരിയായ പദം, ശൈലികൾ, ഒറ്റപ്പദങ്ങൾ, പിന്നെ അർത്ഥം, അർത്ഥവ്യത്യാസം, വിപരീത പദം, പര്യായ പദങ്ങൾ എന്നിവയൊക്കെ ചോദിക്കാം. പിന്നെ സാഹിത്യം എന്നൊരു ഭാഗം കൂടി വരുന്നുണ്ട്. അതിൽ കേരളത്തിലെ പ്രസിദ്ധരായ എഴുത്തുകാർ, അവരുടെ കൃതികൾ, പ്രധാന കഥാപാത്രങ്ങൾ, അങ്ങനെയൊക്കെ ചോദിക്കാം. ഇപ്പോൾ ഏതെങ്കിലും ഇപ്പോൾ നജീബ് എന്ന കഥാപാത്രം ഏത് ബുക്കിലേതാണ്, ഏത് കൃതിയിലേതാണ്, അങ്ങനെയൊക്കെ ചോദിക്കാം. ഓക്കെ. പ്രസിദ്ധ എഴുത്തുകാരുടെ അപരനാമങ്ങൾ, തൂലികാനാമങ്ങൾ, പിന്നെ സാഹിത്യ പുരസ്കാരങ്ങൾ, അവ ലഭ്യമായ കൃതികൾ, എഴുത്തുകാർ, പ്രധാനപ്പെട്ട വയലാർ അവാർഡ്, എഴുത്തച്ഛൻ അവാർഡ്, അങ്ങനെയുള്ള അവാർഡുകൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയത് ആർക്കാണെന്നൊക്കെ പഠിച്ചിരിക്കണം. പിന്നെ വരുന്നത് വിവർത്തനമാണ്. അതായത് വാക്യങ്ങൾ അല്ലെങ്കിൽ ശൈലികളുടെ ശരിയായ ഇംഗ്ലീഷ് വിവർത്തനം എന്താണ്, അങ്ങനെയും ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ മലയാളം മീഡിയത്തിൻ്റെ മാത്രമാണ് പറഞ്ഞോളൂ, ബാക്കി കന്നഡ, തമിഴ് മീഡിയവും ഉണ്ട്. അത് ഇതുപോലെ തന്നെ അതിൻ്റെ ഗ്രാമർ സെഷൻസ് ആയിരിക്കും, ആ മീഡിയത്തിലായിരിക്കും നോക്കുക. അപ്പോൾ വേറൊരു കാര്യം പറയാനുള്ളതും, ഈ ഒരു VEO എക്സാമിന് ഈ പറഞ്ഞ സിലബസ് അനുസരിച്ച് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് കമൻറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ കമൻറ്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യുമ്പോഴാണ് എത്ര പേർക്ക് അത് ആവശ്യമുണ്ടെന്ന് മനസ്സിലാവുകയുള്ളൂ. ഓരോ സിലബസ് വൈസ് ടോപ്പിക് അനുസരിച്ച് ക്ലാസ്സുകൾ ഇടണോ, അതോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്തായാലും നമ്മളത് സോൾവ് ചെയ്യുന്നുണ്ട്, അത് മാത്രമാണോ എക്സ്പെക്റ്റ് ചെയ്യുന്നതെന്ന് അറിയിക്കാം. സോ ഓരോ ക്ലാസ് വൈസ് വേണമെങ്കിൽ ഏത് ടോപ്പിക് ആദ്യം തുടങ്ങണമെന്ന് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം. എന്തായാലും അടുത്ത ദിവസം തന്നെ VEOയുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. എല്ലാവർക്കും VEOയുടെ ഒരു ടെലിഗ്രാം ഗ്രൂപ്പ് ആൻഡ് വാട്സപ്പ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ടെലിഗ്രാം ഗ്രൂപ്പ് ആയിരിക്കും മോർ ബെനിഫിഷ്യൽ. എപ്പോൾ വേണമെങ്കിലും ആഡ് ചെയ്യുന്നവർക്ക് വേണമെങ്കിലും ആദ്യം മുതലുള്ള നോട്ട്സും അതുപോലെ ക്ലാസ്സസും ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ സിലബസ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, നോട്ട്സ് അതൊക്കെ ലഭിക്കുന്നതിനായിട്ട് ടെലിഗ്രാം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതിനുവേണ്ടി ഞാനിവിടെ കൊടുത്തിരിക്കുന്ന നമ്പർ 7510893107 ആണ് നമ്പർ കൊടുത്തിട്ടുള്ളത്. 7510893107
107 ആണ്. ഈ നമ്പറിൽ നിങ്ങൾക്ക് ടെലിഗ്രാം ചെയ്യാം. VEO കോച്ചിങ്ങിന് വേണ്ടിയിട്ട് ചേരാൻ താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ മെസ്സേജ് ചെയ്യാം. ഫ്രീ ആയിട്ടുള്ള കോച്ചിങ് ആണ്. പിന്നെ വരുന്നത് ഇവിടെ കാണുന്ന bbmohan.com എന്ന വെബ്സൈറ്റിൽ ഈ പറഞ്ഞതിൻ്റെ എല്ലാത്തിനും നോട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.